അതാ ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ലീഡറായിരുന്നു. സ്കൂളിൽ നമ്മളിങ്ങനെ 4ാം ക്ലാസ് വരെ ഒരു സ്കൂള്, 7ാം ക്ലാസ് വരെ വേറൊരു സ്കൂള്, ഹൈസ്കൂള് വേറെ, അങ്ങനെ 3 സ്കൂളിലായിട്ട് പഠിച്ചു. 7ാം ക്ലാസ്സിൽ അവസാനത്തെ ദിവസം പിന്നെ ഇപ്പോഴും പറയുമ്പോൾ എനിക്കിങ്ങനെ വിഷമമാവും. അവസാനത്തെ ദിവസം എല്ലാവരും പിരിയുക. അപ്പോൾ ക്ലാസ്സിലെ മാഷ് വന്ന്, മാഷ് എന്തോ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് മാഷോട് ചോദിച്ചു, മാഷെ ഇനി ഞങ്ങൾ ഹൈസ്കൂളിലേക്ക് നേരെ പോയാൽ പോരെന്ന് ചോദിച്ചു. ലീഡറല്ലേ, ലീഡർക്ക് ചോദിക്കല്ലോ. TC വേണമെന്നുള്ള കാര്യമൊന്നും അറിയില്ല, ചെറിയ കുട്ടിയല്ലേ. 8ാം ക്ലാസ്സിലേക്ക് ഇനി നേരെ പോയാൽ പോരെന്ന് ചോദിച്ചേ. മാഷ് അപ്പം ഒരു വാക്ക് പറഞ്ഞ്, അത്ര എൻ്റെ ചെങ്ങായിമാരുടെ ഇടയിൽ വെച്ചിട്ട് ഇനി ചിലപ്പോൾ അവരെ കാണുകയില്ല, അവരെ പിരിയുന്നതിൻ്റെ സങ്കടം ഒരു ഭാഗത്തുണ്ട്. അന്ന് മാഷ് എന്നോട് പറഞ്ഞൊരു വാക്ക്, ഞാൻ ആ വാക്ക് പറയണില്ല, വാക്ക് പറഞ്ഞാൽ എനിക്കിപ്പോഴും വിഷമവും. അന്ന് എന്നോട് മാഷ് പറഞ്ഞൊരു വാക്കില്ലേ, ആ വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല എപ്പോഴും. അന്നൊക്കെ നല്ല നല്ല കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒക്കെ മറന്നുപോയി. ആ വാക്ക് അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പം നമ്മളെ പഠിപ്പിച്ച ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം വരില്ലേ, ആ മാഷെ കാണുമ്പോൾ എനിക്ക് വരില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി അതൊന്ന് ശരിയാവാൻ വേണ്ടി. പുളിഞ്ചെടിയിൽ കിട്ടിയ കുത്താണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പുളിഞ്ചെടിയിൽ കിട്ടിയ കുത്താണ്, പുളിമരമായാലും അതങ്ങനെ കിടക്കാണ്. ഒരു കുട്ടി നമ്മൾ കാണുന്ന കുട്ടിയാവാം, പള്ളിയിലോ ക്ഷേത്രത്തിലോ ഒക്കെ നമ്മൾ കാണുന്ന കുട്ടിയാവാം, അങ്ങാടി കാണുന്ന കുട്ടിയാവാം, അയൽപ്പക്കത്തെ കുട്ടിയാവാം, സ്കൂളിലെ കുട്ടിയാവാം, നമ്മൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന കുട്ടിയാവാം. നമ്മുടെ വാക്കിൻ്റെ മുറിവ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവാതിരുന്നാൽ, അതാണ് നമുക്ക് ആ കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ വാപ്പയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ദുൽഖർ സൽമാൻ്റെ വാപ്പ ആരാണെന്ന് ഇവിടെ ആരോടും പറയണ്ടല്ലോ. അദ്ദേഹം കഴിഞ്ഞ 50 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് എന്നും നമുക്കറിയാലോ. എത്ര അപകടം പിടിച്ച ജോലിയാണ്. വഴുക്കുന്ന വയൽ വരമ്പ് പോലെ ഒരു ജോലിയാണ്. ഏത് ദിവസവും ഏത് നിമിഷവും പാളിപ്പോവും. അത്രയും അപകടം പിടിച്ച് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്താ പറഞ്ഞറിയോ വാപ്പയെ കുറിച്ച് പറയാ, എൻ്റെ വാപ്പ എന്നോട് ചെയ്ത ഏറ്റവും വലിയ കാര്യം, വാപ്പ കാരണം എനിക്ക് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. പത്മശ്രീ കിട്ടിയ മനുഷ്യനാ, അതിൻ്റെ മുകളിലാണ് ഈ വാക്ക്. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കഥാപാത്രങ്ങളാണ് വരിക അല്ലേ. ദുൽഖർ സൽമാൻ്റെ മനസ്സിൽ ആരാ വരിക? വാപ്പ. ആ വാപ്പയെ കുറിച്ചൊരു മകനെ പറയണ, ഒരാളെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല, എനിക്കൊരു അപമാനം എൻ്റെ വാപ്പ കാരണം ഉണ്ടായിട്ടില്ല. സത്യമതാ, ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ ചുറ്റുപാടുള്ള ഏതൊരു മനുഷ്യനിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ സമീപനം കൊണ്ട് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണങ്ങാത്ത ഒരു മുറിവ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ അവെയറായ കുട്ടികളാണ്. നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ ഇൻഡിവിജ്വലാണ്. നമുക്കൊരു 16-17 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു വ്യക്തിത്വം വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ നേരത്തെ വരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അവർ കുറച്ചുകൂടെ ഇൻഡിവിജ്വലായ ഒരാളാണ്. അതുകൊണ്ടാണ് അതിന് പല കാരണങ്ങളുണ്ടാവുക. iPhone 7 പോലെ അല്ലല്ലോ iPhone 16 Pro അല്ലെങ്കിൽ iPhone 17. iPhone 7 പോലെ അല്ല iPhone 17. കാലത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുന്നുണ്ട്. കാലത്തിനനുസരിച്ച് പിറക്കുന്ന മനുഷ്യരുടെ തലച്ചോറിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അവരുടെ പ്രായോഗിക പരിശീലനങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാറിയാലേ ഈ മനുഷ്യന്മാരെ നമുക്ക് ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വളർത്തുന്നത് കുട്ടികളെയാണ്. സത്യത്തിലൊരു കുട്ടികളാണോ? കുട്ടികൾ ഇപ്പോഴാ, കുറച്ചു കാലം കഴിഞ്ഞ കുട്ടികളല്ല അല്ലേ. നമ്മൾ മരം നടുക എന്നാ പറയാ. മരമാണോ നടുന്നത്? ചെടിയല്ലേ നടുന്നത്? മരമാണോ നടുന്നത്?
നമ്മൾ ചെടിയല്ലേ നടുന്നത്? ചെടി നടുക എന്നല്ല നമ്മൾ പറയാ, മരം നടുക എന്നാ പറയാ. അതന്നെ നമ്മൾ വളർത്തുന്നത് കുട്ടികളെയല്ല, നമ്മൾ വളർത്തുന്നത് ഒരു മനുഷ്യനെയാണ്. ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് കടന്നു ചെല്ലാനിരിക്കുന്ന ഒരു മനുഷ്യൻ, എത്രയോ ചങ്ങാതിമാർക്ക് ചങ്ങാതിയാകുന്ന ഒരാള്, ഡോക്ടറോ എഞ്ചിനീയറോ പത്രപ്രവർത്തകനോ ടാക്സി ഡ്രൈവറോ മാഷോ ടീച്ചറോ ഒക്കെ ആകാനിരിക്കുന്ന ഒരു മനുഷ്യന്. അതാ നമ്മൾ വളർത്തുന്നത് ഒരു മനുഷ്യനെയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ എത്രയൊക്കെ ഇല്ലാന്ന് നമ്മൾ പറഞ്ഞാലോ, ഏറ്റവും വില്ലനായിരിക്കുന്ന സാധനം അതന്നാണ്. പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചം. നമ്മുടെ ബന്ധങ്ങൾക്കിടയിലെ എത്രയെത്ര വെളിച്ചങ്ങളെയാണ് ഇല്ലാതെയാക്കുന്നത് എന്ന് വെറുതെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചം, പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചം. നമ്മുടെ ഇടയിലെ എത്രയെത്ര വെളിച്ചങ്ങളെയാണ് പതുക്കെ ഇങ്ങനെ കെടുത്തിക്കളയുന്നത് എന്ന് വെറുതെ ആലോചിച്ച് നോക്കുള്ളൂ. ഒരു കുട്ടിയും സ്വന്തമായി പൈസ ചെലവാക്കിയിട്ട് അങ്ങാടി പോയിട്ട് ഫോണ് വാങ്ങിയിട്ടുണ്ടാവില്ല. ഉണ്ടോ? അങ്ങാടി പോയിട്ട് ഫോണ് വാങ്ങിയിട്ട് അതിന് അഡിക്റ്റായ ഒരു കുട്ടി ഉണ്ടാവില്ല. ഉണ്ടോ? ഒരു കുട്ടിയില്ല. നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സാധനം ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ആരും ഉണ്ടാക്കി കൊടുത്തതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടി ഒരു കാര്യം മനസ്സിലായി. എന്താ? ആ കുട്ടി ഒരു കാര്യത്തിന് അടിമയായി. എത്ര ചെറിയ പ്രായത്തിലാണ് ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു ശീലം വന്നതെന്ന് ആലോചിച്ച് നോക്ക്. കുട്ടി ഉണ്ടാക്കിയാണോ? കുട്ടി ഉണ്ടാക്കിയല്ലല്ലോ. ഓക്കെ, നമ്മളിനി അത് പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്കൊരു ഓവർനൈറ്റ് കൊണ്ട് ഇത് ഇല്ലാതാക്കാനും പറ്റൂല. അത്രയേറെ അനിവാര്യമാണ് ഈ സാധനം. പക്ഷെ നമുക്കിനി ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പോൾ ഫോണ് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ, ഇപ്പം ഞാൻ ഈ ഫോണ് കയ്യിലേക്ക് എടുത്തത് 8:32 കയ്യിലേക്ക് എടുത്തത്. 8:32. ഇനി ഞാൻ തുടങ്ങുകയാണ്, എൻ്റെ സെർച്ചിങ് തുടങ്ങുകയാണ്. ഞാൻ പലയിടങ്ങളിലേക്കും ഇങ്ങനെ പോവുക. ഇനി ഞാൻ എപ്പോഴാണ് ഇത് താഴെ വെക്കുക? അതിനൊരു സമയമില്ല. അതാ, ആരെങ്കിലും വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോണിൽ ബാറ്ററി കുറയുമ്പോൾ, അല്ലെങ്കിൽ റേഞ്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ വെക്കും എന്നല്ലാതെ നമ്മളിത് വെക്കണില്ലല്ലോ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എടുക്കാനൊരു സമയമുള്ളതുപോലെ തിരിച്ചു വെക്കാനും ഒരു സമയം നിർണയിക്കലാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അച്ചടക്കം നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാരൻസ്, വിജയികളായ പാരൻസ്, അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു, ഡിസിപ്ലിൻ. ഫോണ് കൊടുക്കുമ്പോൾ തന്നെ പറയാ 15 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു തരണേ. ആ 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ആ ഫോണും കൊണ്ട് കുട്ടി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പാരൻസ് ആ കാര്യത്തിൽ വിജയിച്ച പാരൻസായി എന്നുള്ളതായി. അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൊടുക്കാതിരിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, കൊടുക്കാതിരിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല, കൊടുക്കുകയാണ് വേണ്ടത്. അതേസമയം ആ കുട്ടിക്കൊരു കാര്യം കൂടി പഠിപ്പിച്ചു കൊടുക്കലാണ്. എന്ത്? ഡിസിപ്ലിൻ. നമ്മളിപ്പോൾ ഞാനിതിലെങ്ങനെ നടക്കുക, ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഈ സ്റ്റേജിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഇവിടെ ഞാൻ ചവിട്ടുമ്പോൾ ഞാൻ താഴേക്ക് വീണു പോയാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ ഒരു ചതിക്കുഴി ഉണ്ടാവും. കണ്ട മനസ്സിലാവില്ല, പക്ഷെ അതൊരു ചതിക്കുഴിയായിരുന്നു. ഞാൻ ചവിട്ടിയിട്ട് താഴെ മറിഞ്ഞുപോയി, വീണുപോയി. അത്ര കോടിക്കണക്കിന് ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നൊരു സാധനമാണ്. അതാണ് നേരത്തെ പറഞ്ഞ പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചം. ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ സ്ക്രീനിൻ്റെ ലൈറ്റും ഓഫാക്കണം എന്നാണ്. എന്നാലേ ഒരാൾക്ക് നല്ല ഉറക്കം വരുള്ളൂ. അല്ലെങ്കിൽ വരൂല, ഉറക്കം കിട്ടില്ല. 1 മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇത് ഷട്ട് ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലേ? പിന്നെ നമ്മൾ ആരെയും കുറ്റം പറയുന്നത്?
അതാ. അപ്പം ഇതിലിനി ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഡിസിപ്ലിനാണ്. ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മൾ ഹോട്ടലിലേക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അനിവാര്യമല്ലെങ്കിൽ ഈ സാധനം എടുക്കുകയോ ചെയ്യരുത്. ഈ സാധനം എടുക്കുകയേ ചെയ്യരുത്. മുന്നിലിരിക്കുന്ന ആളോട് സംസാരിച്ചൂടെ നമുക്ക്? അനിവാര്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുത്തേ പറ്റുള്ളൂ. ഒരാവശ്യമില്ലേ, അത്യാവശ്യമൊന്നുമില്ലേ, താഴെ വെക്കാൻ കഴിയുന്നൊരു ഡിസിപ്ലിനുണ്ട്. പാതിരാത്രി ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ്റെ കൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ സാധനം താഴെ വെക്കാൻ കാണിക്കുന്നൊരു ഡിസിപ്ലിനുണ്ട്. ആ ഡിസിപ്ലിനാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സാധനം ഇല്ലാതാക്കാൻ പറ്റില്ല, ഇതില്ലാതാക്കാൻ പറ്റില്ല. ഡിസിപ്ലിൻ, അച്ചടക്കം. അതാണ് അവർ പറഞ്ഞ കുട്ടികൾക്കൊരു സമയം നിശ്ചയിച്ചു എന്ന് പറഞ്ഞില്ല. ആ സമയം നിശ്ചയിക്കുക എന്നുള്ളത് മാത്രമാണ് കൊടുക്കാനുള്ളത് പോലെ തിരിച്ചു തരാനും എടുക്കാനുള്ളത് പോലെ താഴെ വെക്കാനും നമുക്കൊരു സമയം നിശ്ചയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. എഴുത്താണ് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം. മൈക്ക് പിടിക്കുമ്പോൾ എപ്പോഴും പേടിയാണ്, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞു തീരുക എന്നുള്ള പേടി. പ്രസംഗം പ്രസവം പോലെ എന്ന് പറയാം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ രണ്ടിനും ഒരേ വാക്ക പറയാം. എന്താ? ഡെലിവറി എന്ന് പറയാം, ഡെലിവേർഡ് എ സ്പീച്ച് എന്ന് പറയാം. കാരണം പ്രസംഗവും പ്രസവവും ഇത് കഴിഞ്ഞ് കിട്ടുന്ന വരെയുള്ളൊരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിക്കും നമ്മൾക്കൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ വിചാരിക്കും. കയറി വരുമ്പോഴേ ടെൻഷനാണ്. നമ്മുടെ പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, അജുണ്ട്. അജുനോട് ചോദിച്ചാൽ അറിയാം. ഞാനും മാക്സിമം പോകാതിരിക്കാനാണ് ശ്രമിക്കുക പരിപാടികൾക്ക്. കാരണം എനിക്ക് അത്രയും സ്ട്രെസ്സുള്ള കാര്യം. പക്ഷെ പേനോണ്ട് എഴുതുക അറിയണ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറയണ സമയത്ത് ഒരു വാക്ക് പറഞ്ഞ് അടുത്ത വാക്ക് ഉടനെ പറയണം. എഴുതുമ്പോഴോ ഒരു വാക്ക് എഴുതി അടുത്ത വാക്ക് അടുത്ത കൊല്ലം എഴുതിയാലും മതി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് എഴുത്താണ് ഭയങ്കര പ്രിയപ്പെട്ട കാര്യം. ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. പുസ്തകത്തിൻ്റെ പേര് അവർ തൊട്ടു നീ തലോടി എന്നാണ്. എല്ലാവരും എന്നെ തൊടുകയാണ് ചെയ്തത്, നീ തൊടുകയല്ല ചെയ്തത്, നീ എന്നെ തലോടി. അതുകൊണ്ട് ഞാനത് മറക്കില്ല. അതാണ് കുറച്ച് മാസങ്ങൾ ഒരു 2 മാസമായിട്ടുണ്ടാവും. നമ്മളെ ഒരു സ്ഥലത്തേക്ക് പോയി. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നൊരു രാജ്യത്തേക്കാണ് പോയത്. കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല തണുപ്പായിരുന്നു, കഠിനമായ തണുപ്പായിരുന്നു, സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഒരു 80 വയസ്സൊക്കെ ഉള്ളൊരു ആളുണ്ട്, ഒരു മുത്തശ്ശനുണ്ട്. അദ്ദേഹം ഭയങ്കര ആവേശത്തോടു കൂടി യാത്രയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളൊരു നാട് കാണാൻ പോയി. ബുഖാറ എന്നൊരു വലിയ നഗരമുണ്ട്. ഇമാം ബുഖാരി എന്ന വലിയ പണ്ഡിതൻ ജീവിച്ച നാടാണ്. ആ സ്ഥലം കാണാൻ പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് തണുപ്പ് സഹിക്കാൻ കഴിയില്ല. ഈ 80 വയസ്സുള്ള ആളും പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയണില്ല. അദ്ദേഹം ഇങ്ങനെ വിറക്കണേ. വിറക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമെന്ന് പേടിയായി ഞങ്ങൾക്ക്. അങ്ങനെ അദ്ദേഹം വിറക്കുക. ബസ്സിലേക്ക് തിരിച്ചു കയറാനും കഴിയണില്ല. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള പുതപ്പും സ്വെറ്ററൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുതച്ചു മൂടിയിട്ടും അദ്ദേഹത്തിന് ഒന്നും ശരിയാവണില്ല. അദ്ദേഹം ഇങ്ങനെ വിറക്കുകയാണ്. അപ്പം ഞങ്ങൾ എടുത്തിട്ട് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയാലോ എന്നൊക്കെ ചിന്തിച്ച്. ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികളുണ്ട്. അവിടെ MBBS പഠിക്കുന്ന കുട്ടികളാണ്. അവർ രണ്ടാളും എന്തോ ഒരു സ്വകാര്യം പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടാളും ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടോ. അവർ രണ്ടാളും ചെയ്തത് ഈ വല്യപ്പയെ രണ്ടാളും കെട്ടിപ്പിടിച്ചു നിന്ന്. ഒരാൾ മുന്നിൽ നിന്നും ഒരാൾ പിന്നിൽ നിന്നുമായിട്ട് രണ്ടാൾ ഈ വല്യപ്പയെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ചു നിന്ന് ഒരു 10-20 മിനിറ്റ് നേരം. അത് ശരിയായി. എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. അത് അത്രയും തണുപ്പുള്ള ബുഖാറയുടെ നഗരമധ്യത്തിൽ 2 മനുഷ്യന്റെ ചൂടേറ്റ് മറ്റൊരു മനുഷ്യനിങ്ങനെ തണുപ്പാറുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി.
എന്താ അറിയോ, AI എത്രയൊക്കെ വളർന്നാലും AI എത്രയൊക്കെ വളർന്നാലും തൊടാൻ കഴിയില്ല. അതിന് നമ്മൾ തന്നെ വേണം.